Hi students, welcome to our new class of Irrigation Engineering. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷനെ കുറിച്ചായിരുന്നു അല്ലേ. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ഇറിഗേഷനെ കുറിച്ചാണ്. മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ. പലർക്കും ഈ മെത്തേഡ്സും ടൈപ്സും മാറിപ്പോകാറുണ്ട്. എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മെത്തേഡ് എഴുതേണ്ട സ്ഥലത്ത് ടൈപ്സ് എഴുതി വയ്ക്കും, അതുപോലെ തന്നെ ടൈപ്സ് എഴുതേണ്ട പൊസിഷനിൽ മെത്തേഡ്സും എഴുതി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് മാറിപ്പോവാതിരിക്കാൻ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഒരു മെത്തേഡ് ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഇത് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഫറോ ഇറിഗേഷൻ ആയിക്കോട്ടെ, അത് നമ്മൾ ഗ്രൗണ്ടിൽ ആ ഒരു സിസ്റ്റം വഴി ഇറിഗേഷൻ ഫീൽഡിലേക്ക് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്തു. ഇനി ആ വാട്ടറിനെ എങ്ങനെയാണ് നമുക്ക് ക്രോപ്പ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് ഈ ഒരു മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ വരുന്നത്. എങ്ങനെയാണ് നമുക്ക് ഓരോ ഡിഫറെൻറ്റ് സിസ്റ്റം വഴി അഗ്രികൾച്ചറൽ ഫീൽഡിൽ വാട്ടർ എത്തി, ഇനി അതെങ്ങനെ അപ്ലൈ ചെയ്യാം, ഓരോ ക്രോപ്പിനെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഇറിഗേഷൻ മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈറാർക്കി ചാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ പറ്റിയുള്ള ഒരു ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ്സിനെ കോമൺ ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സർഫസ് ഇറിഗേഷൻ, സബ് സർഫസ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ. ഈ ഒരു സർഫസ് ഇറിഗേഷനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിലും ഒരു ബ്രോഡ് ഡിവിഷനിങ് വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് സബ് ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ 3 സബ് ഡിവിഷൻ വരുന്നുണ്ട്: ഫ്ലഡിങ്, ഫരോ, കോണ്ടൂർ. ഫ്ലഡിങ്ങിനെ വീണ്ടും അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൈൽഡ് ഫ്ലഡിങ്ങും കൺട്രോൾഡ് ഫ്ലഡിങ്ങും. പിന്നെ കൺട്രോൾഡ് ഫ്ലഡിങ്ങിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രീ ഫ്ലഡിങ്, കോണ്ടൂർ ലാറ്ററൽ ഫ്ലഡിങ്, ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ്, ചെക്സ് ബേസിൻ ഫ്ലഡിങ്, ബേസിൻ ഫ്ലഡിങ്, സിക്സാക് മെത്തേഡ് ഓഫ് ഫ്ലഡിങ്. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് മെത്തേഡ് ഓഫ് ഇറിഗേഷനിൽ വരുന്നത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സർഫസ് ഇറിഗേഷനും സബ് സർഫസ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും. ഇറിഗേഷനിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡാണ് സർഫസ് ഇറിഗേഷൻ. It is the irrigation technique in which water is applied and distribution over soil surface by gravity. ഇവിടെ വാട്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സോയിൽ സർഫസിലൂടെയാണ്. ഒരു ഗ്രാവിറ്റേഷൻ ആക്ഷൻ വഴിയാണ് വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സർഫസ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഇറിഗേഷൻ മെത്തേഡ് ത്രൂ ഔട്ട് ദ വേൾഡ്. ഇത് ഏറ്റവും കൂടുതൽ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇറിഗേഷൻ മെത്തേഡ് കൂടിയാണ്. Is the common method for irrigating agricultural lands. So move on to the further subdivision of surface irrigation. First, flooding method, furrow method, contour farming. ഈ മൂന്നെണ്ണാണ് സർഫസ് ഇറിഗേഷന്റെ സബ്ഡിവിഷൻ വരുന്നത്. സർഫസ് ഇറിഗേഷനിൽ വരുന്ന ഫസ്റ്റ് മെത്തേഡാണ് ഫ്ലഡിംഗ് മെത്തേഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓപ്പണിംഗ് എ വാട്ടർ ചാനൽ ഇൻ എ പ്ലോട്ട് ഓർ ഫീൽഡ് സോ ദാറ്റ് വാട്ടർ ക്യാൻ ഫ്ലോ ഫ്രീലി ഇൻ ഓൾ ഡയറക്ഷൻ, ദാറ്റ് ഈസ് വാട്ടർ ഈസ് ഫ്ലഡഡ് ഇൻ ലാൻഡ് ആൻഡ് കവർ ദ സർഫസ് ഓഫ് ദ ലാൻഡ് ഇൻ എ കണ്ടിന്യൂസ് ഷീറ്റ്. ഇപ്പോൾ ഫ്ലഡ് മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്ലഡിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കനാൽ അല്ലെങ്കിൽ ഡ്രെയിനേജ് നമ്മുടെ ഇറിഗേഷൻ ലാൻഡിലേക്ക് ഓപ്പൺ ചെയ്ത് വിടുക. അപ്പോൾ ഇങ്ങനെ വിട്ടാൽ അത് ഫ്രീലി ആയിട്ട് എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യും അല്ലേ. ഇപ്പോൾ വാട്ടറിനെ ഒരു ഫീൽഡിലേക്ക് തുറന്നു വിട്ടാൽ അത് എല്ലാ ഡയറക്ഷനിലും, അതിനൊരു പ്രത്യേകം പാത്തൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലും അത് മൂവ് ചെയ്യും. എന്നിട്ടൊരു കണ്ടിന്യൂസ് ഷീറ്റ് ഉപയോഗിച്ച് ആ ലാൻഡിൻ്റെ സർഫസിനെ കവർ ചെയ്യുക. ഇതാണ് ഫ്ലഡിംഗ് മെത്തേഡിൽ വരുന്നത്. ഇപ്പോൾ ഫ്ലഡിംഗ് മെത്തേഡിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അൺകൺട്രോൾഡ് ഓർ വൈൽഡ് ഇറിഗേഷനും കൺട്രോൾഡ് ഇറിഗേഷനും. ഈ
ഫ്ലഡിംഗ് മെത്തേഡിൽ വരുന്ന ഫസ്റ്റ് സബ് ഡിവിഷനാണ് അൺകൺട്രോൾഡ് ഓർ വൈൽഡ് ഫ്ലഡിംഗ്. In this method, water is spread or flooded on the smooth flat land without much control or without prior preparation of land in the form of ditches or borders. അപ്പോൾ വൈൽഡ് ഓർ കൺട്രോൾഡ് ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിനെ ഒരു സ്മൂത്ത് ആൻഡ് ഫ്ലാറ്റ് ലാൻഡിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക മീൻസ് ഫ്ലഡ് ചെയ്യിപ്പിക്കുക. സ്പ്രെഡ് അല്ലെങ്കിൽ ഫ്ലഡ്. അങ്ങനെ ഫ്ലഡ് ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ നമ്മളൊരു പ്രിപ്പറേഷൻ ഒന്നും എടുക്കുന്നില്ല. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല. പ്രിപ്പറേഷൻ മീൻസ് എനി കൺസ്ട്രക്ഷൻ ലൈക്ക് ഡിച്ചസ് ആൻഡ് ബോർഡേഴ്സ്. ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് അൺകൺട്രോൾഡ് ഓർ വൈൽഡ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈൽഡ് ഫ്ലഡിങ്ങിനെ കുറിച്ചൊരു പോയിന്റ് വൈസ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. വൈൽഡ് ഫ്ലഡിംഗ് ഈസ് ഏർലിയസ്റ്റ് ആൻഡ് പ്രിമിറ്റീവ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ ടു ദ ലാൻഡ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ മെത്തേഡാണ്. നമ്മൾ പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. പ്രിമിറ്റീവ് സ്റ്റേജിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ദ വാട്ടർ ഈസ് അലൗഡ് ടു ഫ്ലോ ദ നാച്ചുറൽ സ്ലോപ്പ് ഓഫ് ദി ലാൻഡ്. ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ആ ഒരു ലാൻഡിൻ്റെ സ്ലോപ്പിനെ അടിസ്ഥാനമാക്കിയാണ്. ആ ഒരു ലാൻഡിൻ്റെ ഒരു ജെൻറ്റിൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് സ്ലോപ്പൊക്കെ ഉണ്ടാവും അല്ലേ, അതിനടിസ്ഥാനമാക്കിയാണ് വാട്ടറിൻ്റെ ഫ്ലോ നടക്കുന്നത്. In this method, water is forced to spread over the land during season of high stream flow. ഹൈ സ്ട്രീം ഫ്ലോ ഒക്കെ ഉള്ള സമയത്ത് വാട്ടർ എന്ത് ചെയ്യും? ഫോഴ്സ്ഫുള്ളി എൻ്റർ ടു ദി ഫീൽഡ്. അതായത് കുത്തി ഒഴുകി വരും നമ്മളെ ഫീൽഡിലേക്ക്. ഇത് നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് മുഴുവൻ സ്പ്രെഡ് ചെയ്യും. ഇത് ചില കേസസിൽ നമുക്ക് ഹാംഫുള്ളാണ്. കാരണം എന്താ? ഓവർ ഇറിഗേഷനായി നമുക്ക് കൃഷിയൊന്നും ചെയ്യാൻ യോഗ്യമായ സ്ഥലമാവില്ല. പിന്നെ സർഫസ് ഇറിഗേഷനിൽ വരുന്ന സെക്കൻഡ് സബ് ഡിവിഷനാണ് കൺട്രോൾഡ് ഫ്ലഡിംഗ്. ഇൻ കൺട്രോൾഡ് ഫ്ലഡിംഗ് മെത്തേഡ്, ഇറിഗേഷൻ വാട്ടർ ഈസ് അപ്ലൈഡ് ബൈ സ്പ്രെഡിംഗ് ഇറ്റ് ഓവർ ദ ലാൻഡ് ടു ബി ഇറിഗേറ്റഡ് വിത്ത് പ്രോപ്പർ കൺട്രോൾ ഓൺ ദി ഫ്ലോ ഓഫ് വാട്ടർ ആസ് വെൽ ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അപ്ലൈഡ്. ഈ ഒരു മെത്തേഡിൽ വാട്ടർ ലാൻഡിലേക്ക് എൻ്റർ ചെയ്യിപ്പിക്കുന്നത് ഒരു കൺട്രോൾഡ് മാനറിലാണ്. നമുക്ക് ആ ഫീൽഡിലേക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി വാട്ടർ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. നമുക്ക് ആവശ്യമുള്ള വാട്ടർ മാത്രമേ ആ ഫീൽഡിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതിനൊരു കൺട്രോളിങ് സിസ്റ്റമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് കടത്തിവിടുന്നത്. ഓൾ ദ മെത്തേഡ് ഓഫ് കൺട്രോൾ ഫ്ലഡിംഗ് റിക്വയർ പ്രിയർ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ്. നേരത്തെ കേസിൽ പറഞ്ഞു നമ്മൾ ഒരു പ്രിയർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും എടുക്കുന്നില്ല. ഒരു ഡച്ചസോ അല്ലെങ്കിൽ ബോർഡേഴ്സോ ഒന്നും കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. ഈ ഒരു കൺട്രോൾഡ് മാനറിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ നമ്മളൊരു ഡിച്ചസ് അല്ലെങ്കിൽ ബോർഡേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്ലഡിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ദ ലാൻഡ് ഈസ് പ്രോപ്പർലി ഗ്രേഡഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഫീൽഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്മോൾ യൂണിറ്റ്സ് ബൈ ലെവീസ്. ഈ ഒരു ലാൻഡ് പ്രോപ്പർലി ഗ്രേഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിനെ കുറേ സ്മോൾ ഡിവിഷൻസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ. ആ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്മോൾ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ലെവീസ്. ഈ ഒരു കൺട്രോൾഡ് ഫ്ലഡിംഗ് മെത്തേഡിനെ തന്നെ വേരിയസ് ഫ്ലഡിംഗ് മെത്തേഡ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 സബ് ഡിവിഷൻസ് അതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഫ്രീ ഫ്ലഡിംഗ്, കോണ്ടൂർ ലാറ്ററൽസ്, ബോർഡർ സ്ട്രിപ്സ്, ചെക്ക് ബേസിൻസ്, basin flooding, zigzag method. So first, free flooding. This method consists of dividing the entire land to the irrigated into small strip by a number of field channels known as laterals. അപ്പോൾ ഈ മെത്തേഡിൽ പറയുന്നത് നമുക്ക് ഇറിഗേഷൻ ചെയ്യാനുള്ള അഗ്രികൾച്ചറൽ ലാൻഡിനെ സ്മോൾ സ്ട്രിപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സ്ട്രിപ്പിനെ പറയുന്ന പേരാണ് ലാറ്ററൽസ്. These laterals may be either at right angles to the sides of the field or at right angles to the contour lines. ഈ ഒരു ലാറ്ററൽസ് ഒന്നെങ്കിൽ റൈറ്റ് ആംഗിൾസ് ടു ദ സൈഡ്സ് ഓഫ് ഫീൽഡ് ആവും, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് ടു ദ കോണ്ടൂർ ലൈൻസോ ആവും. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ ആക്ച്വലി ഒരു ഫറോ മെത്തേഡിൻ്റെ ഫിഗറാണ്. പക്ഷേ നമുക്ക് ഇതൊന്ന് കിട്ടും ലാറ്ററൽസ് എന്താണെന്ന്.
ഇപ്പം നാരോ സ്ട്രിപ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ട്, വാട്ടർ എൻ്റർ ചെയ്യിപ്പിക്കുന്ന നാരോ സ്ട്രിപ്സ്. ലാറ്ററൽസ് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ്, ദ ഫീൽഡ് ചാനൽസ് റിസീവ് വാട്ടർ ഫ്രം ദ മെയിൻ സപ്ലൈ ചാനൽ ആൻഡ് ഡിസ്ചാർജ് എക്സസ് വാട്ടർ ഇൻ ദ വേസ്റ്റ് ചാനൽ. ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ സപ്ലൈ ചാനൽസിൽ നിന്ന് ഫീൽഡ് ചാനൽസ് വാട്ടറിനെ റിസീവ് ചെയ്യും. എന്നിട്ട് എന്താണ്, ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യും. അതിൽ നിന്ന് വരുന്ന എക്സസ് വാട്ടറിനെ വേസ്റ്റ് ചാനൽസ് വഴി ഡിസ്ചാർജ് ചെയ്യും. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ബോത്ത് ഫ്ലാറ്റ് ആസ് റിലേറ്റീവ് സ്റ്റീപ്പ് ലാൻഡ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഫ്ലാറ്റ് ഗ്രൗണ്ടിലും റിലേറ്റീവ് സ്റ്റീപ്പ് ലാൻഡിലും നമുക്ക് യൂസ് ചെയ്യാം. കൺട്രോൾ ഫ്ലഡിങ്ങിൻ്റെ നെക്സ്റ്റ് സബ് ഡിവിഷനാണ് കോണ്ടൂർ ലാറ്ററൽസ് എന്ന് പറയുന്നത്. അതിനെ ഫ്ലഡിംഗ് ബൈ കോണ്ടൂർ ലാറ്ററൽസ് എന്നും കൂടി പറയാം. ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഫ്രീ ഫ്ലഡിംഗ് ഇൻ വിച്ച് ദ ഫീൽഡ് ചാനൽസ് ഓർ ലാറ്ററൽസ് ആർ അലൈൻഡ് അപ്രോക്സിമേറ്റ്ലി അലോങ് ദ കോണ്ടൂർ ലൈൻസ്. ഇവിടെ ഫീൽഡ് ചാനൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോണ്ടൂർ ലൈൻസിന് എലോങ് ആയിട്ടാണ്. ഓരോ ഫീൽഡിനും അവിടെ കോണ്ടൂർ ലൈൻസ് ഉണ്ടാവും അല്ലേ, അതിന് എലോങ് ഡയറക്ഷനിലാണ് ഫീൽഡ് ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, അതിൽ ഒരു മെയിൻ കനാൽ ഡിച്ച് വരുന്നുണ്ട്. ആ ഡിച്ചിൽ നിന്ന് കോണ്ടൂർ ലൈൻസിന് എലോങ് ആയിട്ട് ലാറ്ററൽസ് കാണിച്ചിട്ടുണ്ട്. ഇൻ ദിസ് മെത്തേഡ് ഇറിഗേഷൻ ഈസ് പോസിബിൾ ഓൺലി വൺ സൈഡ് ഓഫ് ദി ലാറ്ററൽസ്. ഈ ഒരു ഇറിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ ആവുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ്. ഒരു മെയിൻ ഡിച്ചിൽ നിന്ന് ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിംഗ്. ഇൻ ദിസ് മെത്തേഡ് ലാൻഡ് ഓർ ഫാം ഈസ് ഡിവൈഡഡ് ഇൻ ടു സീരീസ് ഓഫ് സ്ട്രിപ്പ് 10 to 20 meter wide and 100 to 300 meter long by levees, that is small bunds. ഇവിടെ നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിനെ ലെവീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ലെവീസിൻ്റെയും വിഡ്ത്തും ലെങ്ത്തും ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 10 to 20 meter വിഡ്ത്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10 to 300 meter ലെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം ഓഫ് മെത്തേഡിനെ പറയുന്ന പേരാണ്, ഇറിഗേഷൻ മെത്തേഡിനെ പറയുന്ന പേരാണ് ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിംഗ്. ഒരു ബോർഡർ സ്ട്രിപ്പ് ഫ്ലഡിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്, മെയിൻ ഡിച്ച് വരുന്നുണ്ട്, അതിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നു, വാട്ടറിനെ ലെവീസിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെവീസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ബൺസ്. ചെക്ക് ഫ്ലഡിംഗ്. Similar to free flooding except that crop area is divided into some plots and water is controlled by surrounding the plots by small levees. ഈ ഒരു ചെക്ക് ഫ്ലഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ ഫ്ലഡിംഗ് പോലെ തന്നെയാണ്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ക്രോപ്പ് ഏരിയയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്ലോട്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ്. ഡിഫറെൻറ്റ് പ്ലോട്ട്സ് ആയിട്ടാണ് ക്രോപ്പ് ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത് വരുന്ന പ്ലോട്ട്സൊക്കെ ലെവീസ് വെച്ച് കൺട്രോൾ ചെയ്തിരിക്കും. അപ്പോൾ ഒരുപാട് പ്ലോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് പ്ലോട്ട്സ് ഉണ്ട്, അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ ലെവീസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്തിരിക്കും. സിൻസ് വോൾ ഏരിയ ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പ്ലോട്ട്സ് സോ ഇറ്റ് കാൾഡ് ഇറിഗേഷൻ ബൈ പ്ലോട്ട്. ബേസിൻ ഫ്ലഡിംഗ്. It is a special type of check flooding method. This method is used frequently to irrigate the plantation or used in gardens. അപ്പോൾ ചെക്ക് ഫ്ലഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് ബേസ് ഫ്ലഡിംഗ് എന്ന് പറയുന്നത്, ബേസിൻ ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഗാർഡൻസിലൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. Each plant is enclosed by circular channels, which is called basin. Basin are connected to small field ditches. ഇവിടെ ഓരോ പ്ലാന്റ്സിനെയും സർക്കുലർ ചാനൽസ് വെച്ച് എൻക്ലോസ് ചെയ്തിരിക്കും. ഈ സർക്കുലർ ചാനൽസിനെ പറയുന്ന പേരാണ് ബേസിൻ. അപ്പോൾ ഇവിടെ ഓരോ ബേസിൻസും ഫീൽഡ് ഡിച്ചസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പർ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഫീൽഡ് ഡിച്ചസ് ആർ ഫെഡ് ഫ്രം ദ മെയിൻ സപ്ലൈ ചാനൽ. ഫീൽഡ് ഡിച്ചസ് വാട്ടറിനെ റിസീവ് ചെയ്യുന്നത് മെയിൻ സപ്ലൈ ചാനലിൽ നിന്നാണ്. വൺ റിംഗ് ബേസിൻ
മേ ബി ഫോംഡ് ഫോർ 2 or more ട്രീസ്. ഒരു റിംഗ് ബേസിൻ തന്നെ 1-2 പ്ലാന്റ്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഈ ബേസിൻ ഇറിഗേഷൻ കൂടുതലായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഫിഗർ നിങ്ങൾക്ക് ഉപകരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തെങ്ങിനൊക്കെ തടം കെട്ടാറുണ്ട് അല്ലേ, തടം എടുക്കാറുണ്ട്. അതൊരു സർക്കുലർ പാറ്റേണിലാണ് നമ്മൾ എടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? മാനുവറിങ് ചെയ്യാനും അതുപോലെ തന്നെ വാട്ടറിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ തടം എടുക്കുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ബേസിനാണ്. റൈറ്റ് സൈഡിൽ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു സപ്ലൈ ചാനൽ പോകുന്നുണ്ട്. അതിൽ നിന്ന് ഫീൽഡ് ചാനൽസ് വഴി സർക്കുലർ ചാനൽസിലേക്ക് വാട്ടറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കുലർ ചാനലാണ് ബേസിൻ എന്ന് പറയുന്നത് അല്ലേ. കൺട്രോൾഡ് ഫ്ലഡിങ്ങിൽ വരുന്ന ലാസ്റ്റ് സബ് ഡിവിഷനാണ് സിക്സാഗ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദ അഗ്രികൾച്ചറൽ ഏരിയ സബ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ പ്ലോട്ട് ബൈ ലോ ബൺസ് ഇൻ സിക്സാഗ് മാനർ. ഇവിടെ നമ്മൾ അഗ്രികൾച്ചർ ഏരിയനെ സബ് ഡിവൈഡ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൺസ് ആക്കിയിട്ട് സബ് ഡിവൈഡ് ചെയ്യുകയാണ്. പക്ഷേ ബൺസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ സിക്സാഗ് മാനറിലാണ്. ദ വാട്ടർ ഈസ് സപ്ലൈഡ് ടു ദ പ്ലോട്ട്സ് ഫ്രം ദ ഫീൽഡ് ചാനൽ ത്രൂ ദ ഓപ്പണിംഗ്. മെയിൻ ഡിച്ചസിൽ നിന്നുള്ള വാട്ടർ സപ്ലൈ ചെയ്യും ഫീൽഡിലേക്ക്, ഫീൽഡ് ചാനൽ വഴി സപ്ലൈ ചെയ്യും. ദ വാട്ടർ ഫ്ലോ ഇൻ സിക്സാഗ് വേ കവർ ദ എൻറ്റയർ ഏരിയ വെൻ ദ ഡിസൈർഡ് ഡെപ്ത് ഈസ് അറ്റൈൻഡ് ദ ഓപ്പണിംഗ് ആർ ക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു സിക്സാഗ് മോഷനിൽ വാട്ടർ പാസ് ചെയ്യുന്നത്. അത് ഓരോ ബൺസിലും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സിക്സാഗ് മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ഇനി പറയാനുള്ളത് സർഫസ് ഇറിഗേഷനിലെ ഫെറോ മെത്തേഡിനെ കുറിച്ചും കോണ്ടൂർ ഫാമിങ്ങിനെ കുറിച്ചുമാണ്. അതോടുകൂടി സർഫസ് ഇറിഗേഷൻ മെത്തേഡ്സ് കഴിഞ്ഞു. പിന്നെ വരുന്ന ഇറിഗേഷൻ്റെ 2 മെത്തേഡ്സാണ് സബ് സർഫസ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും. സോ വീഡിയോയുടെ ലെങ്ത് പരിഗണിച്ച് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.